നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്നതല്ലയോ ഖുർആൻ. അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല എന്ന്. നിങ്ങൾ സ്വന്തം വകയിലുള്ള വേദമാണ്. ഞാൻ എന്തായാലും ഈ നാട്ടിലുള്ള സകല സാധനവും വായിച്ചിട്ടുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു വരി ഈ ഖുർആനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ. നമ്മുടെ ഈ മൈത്രേയൻ സാർ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരപ്പെട്ട ആളൊന്നുമല്ല. ഖുർആനിലെ, ഗീതയിലെ, ബൈബിളിലൊക്കെ വളരെ അവഗാഹമുള്ള വർത്തമാന കാലഘട്ടത്തിൽ കിടയുറ്റൊരു പണ്ഡിതനാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നൊക്കെ അദ്ദേഹത്തിന് പ്രസ്താവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലപാട് പറഞ്ഞത് ഖുർആനിലൊക്കെ ഒരു വരിയെങ്കിലും നാട്ടുകാർക്ക് ഗുണമുള്ളതുണ്ടോ എന്നാണ്. ഈ ചോദ്യത്തിന് പിന്നിൽ അദ്ദേഹത്തോട് നമ്മൾ കലഹിച്ചിട്ടോ ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ശരിയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നാട്ടുകാർക്ക് ഗുണമുള്ളത് ഏതെങ്കിലും ഒരു വരി ഖുർആനിലുണ്ടാകണമെങ്കിൽ കഞ്ചാവ് ലീഗലാകണം, വ്യഭിചാര ലീഗലാകണം, മദ്യപാന ലീഗലാകണം. നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറുമറക്കുന്നതിനെ കുറിച്ച് വരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ നമുക്കറിയാം. ലോക്കറ്റ് ഇടുന്നത് പോലും സ്ത്രീകൾ മാറ് കാണിക്കാൻ വേണ്ടിയാണെന്ന്, അത് മറച്ചു പിടിക്കുന്ന പോലും കൗതുകത്തിന്റെ പേരിൽ ജനങ്ങൾ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കാണുന്ന മൂല്യവും ജനാധിപത്യവും എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സഭ്യമാകാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ഏതായിരുന്നാലും ഇനിയിപ്പോൾ മൈത്രേയൻ പറഞ്ഞല്ലോ ഖുർആൻ ഒരു വരിയെങ്കിലും, ഒരു വരിയല്ല 1000 വരി നമുക്ക് പറയാൻ കഴിയും. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഈ വെള്ളിയാഴ്ച ദിവസം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് മുസ്ലിമേതര സമൂഹങ്ങൾക്ക് വരെ അറിയുന്ന കാര്യമാണ്. ആ ദിവസം പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസി സമൂഹത്തോട് ആ പള്ളിയിലെ ഇമാം, ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആള് ഒരു സതുപദേശം നടത്തും. ആ സതുപദേശത്തിൽ അദ്ദേഹം വിരമിക്കുന്നത് വിശുദ്ധമായ ഖുർആനിലെ 16ാമത്തെ അധ്യായമായ സൂറത്തുൻ നഹ്ൽ, തേനീച്ച എന്ന അധ്യായം, അതിലെ 90ാമത്തെ വചനം പറഞ്ഞുകൊണ്ടാണ്. ഇന്നല്ലാഹി യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായും ദൈവം നിങ്ങളോട് നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും. ആരോടാണ് നീതി ചെയ്യേണ്ടത്? അത് മനുഷ്യരെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാലങ്ങളോടെല്ലാം നിങ്ങൾ നീതി ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഗുണം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, നിങ്ങൾ കുടുംബാദികൾക്ക് നിങ്ങളുടെ ധനത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്നും, വൃത്തികെട്ട മോശമായ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, അത് നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നുവെന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ മൈത്രേയ, ഇതിനേക്കാൾ വലിയ ഒരു സതുപദേശം വേറെ ഏതാണ്? അതേ വിശുദ്ധമായ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് പറഞ്ഞത് വലക്കത് കറംന ബനിയാദം, മനുഷ്യ സമൂഹത്തെ, അതിൽ ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, മതമുള്ളവനെന്നില്ല, മതമില്ലാത്തവനില്ല, എല്ലാ മനുഷ്യരെയും ദൈവം മനുഷ്യനെന്നുള്ള നിലക്ക് ആദരിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യേതര വിവിധ സൃഷ്ടികളുണ്ടെങ്കിലും പ്രഥമമായി മനുഷ്യനെ എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം സൃഷ്ടാവ് സൃഷ്ടിയെ ആദരിച്ചു, ഏതെങ്കിലും ഒരു പ്രത്യേകമായ സൃഷ്ടിയെ ആദരിച്ചു എന്ന് വന്നാൽ സൃഷ്ടികളുടെ മേൽ ബാധ്യതയാണ് അവർ പരസ്പരം ആദരിക്കുക, അഥവാ ദൈവം ആദരിച്ചതിനെയൊക്കെ ആദരിക്കുക എന്നുള്ളത് സൃഷ്ടിയുടെ ബാധ്യതയാണ്. അങ്ങനെ വരുമ്പം മൈത്രേയൻ ഈ നടത്തുന്ന പരാമർശത്തോട് പോലും ജനാധിപത്യപരമായി മര്യാദയോടുകൂടി അല്ലാതെ എനിക്ക് സംവദിക്കാൻ കഴിയില്ല. അങ്ങ് ഉപയോഗിക്കുന്ന വാചകവും അങ്ങയുടെ പെരുമാറ്റവും പോലെ എനിക്ക് പെരുമാറാൻ കഴിയില്ല. ഞാനൊരു വിശ്വാസിയാണ്. എന്നോട് ദൈവം പറഞ്ഞത് മൈത്രേയൻ അടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ ദൈവം ആദരിച്ചു എന്നുള്ളതാണ്. ആ ആദരവ് മുൻനിർത്തിയിട്ടേ അങ്ങയോട് എനിക്ക് സംവദിക്കാൻ പോലും കഴിയുള്ളൂ. അങ്ങക്കത് പറ്റും. കാരണം അങ്ങ് ചട്ടക്കൂടില്ലാത്ത ഒരു സംവിധാനത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. വിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷയിൽ, മാന്യതയുടെ ഭാഷയിൽ, മര്യാദയുടെ ഭാഷയിൽ എനിക്ക് സംവദിക്കാൻ കഴിയും. ആളുകൾ സഹകരിക്കാൻ തുടങ്ങിയത് എന്നാണ്? മറ്റുള്ളവരെ പിടിച്ചു കൊണ്ടുവന്ന അടിമകളാക്കിയാണ്, തട്ടായ സമൂഹം ഉണ്ടാക്കിയാണ്, ആന്തരികമായ ചങ്ങലയാക്കി ഈ വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിയാണ് ഈ കഴിഞ്ഞ 10,000 വർഷം കൊണ്ട് ആളുകളെ ഒന്നിപ്പിച്ചത്. അല്ലാതെ അയലത്തുകാരനോട് പ്രണയം തോന്നി ഒന്നിച്ച് കളഞ്ഞതല്ല. തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ പോലെ അടിച്ചും തല്ലിക്കൊന്നും പരസ്പരം അടിക്കുന്ന മുഴുവനും ഇല്ലാതാക്കി ഗോത്രങ്ങൾ പിരിയുക എന്ന് പറയുന്നതാണ് എവല്യൂഷണറി പ്രോസസ്സിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഈ മൈത്രേയൻ സാറ് അടിമച്ചങ്ങല പൊട്ടിച്ചതിനെ കുറിച്ചും എവല്യൂഷൻ തിയറിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ സദസ്യരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർ കൃത്യമായി ചരിത്ര വായന ഇല്ലാത്തതുകൊണ്ടായിരിക്കും എങ്ങനെ ഇവർ മിണ്ടാതെ മൗനികളായിരിക്കുന്ന എനിക്ക് അത്ഭുതം തോന്നി. ഏതെങ്കിലും ഒരു വിവരമുള്ളവർ തന്നെ എണീറ്റിട്ട് അടിമത്തത്തെക്കുറിച്ച് പറയാൻ ഡാർവിനിസ്റ്റുകൾക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം അവിടെ അദ്ദേഹം മൈക്ക് താഴെ വെക്കും. കാരണം ഈ ഏഷ്യക്കാരെയും ആഫ്രിക്കക്കാരെയൊക്കെ യൂറോപ്യർ അടിമകളാക്കാൻ അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഏതാണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അർഹതയുള്ളത് അതിജീവിക്കും. നാച്ചുറൽ സെലക്ഷൻ മെക്കാനിസത്തിന്റെ പ്രധാനപ്പെട്ട നിയമമാണ് പാരിസ്ഥിതികാവസ്ഥയിൽ അർഹതയുള്ളത് അതിജീവിക്കും. ഈ യൂറോപ്യന്മാർ സകല മനുഷ്യരെ അടിമകളാക്കാൻ വേണ്ടി അവർ ഉയർത്തിപ്പിടിച്ച അവിടുത്തെ രാഷ്ട്രീയക്കാരും അവിടുത്തെ സമ്പന്നരും
ദുർബലരായ മനുഷ്യരെ അടിച്ചമർത്താൻ വേണ്ടി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ശിരസാൽ വഹിച്ച അവരുടെ മനസ്സിൽ അവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ബോധ്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ച തോട്ട്സ് പോലും സർവൈവ് ഓഫ് ദ ഫിറ്റസ്റ്റ്, അർഹതയുള്ളത് അതിജീവിക്കും, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് മറ്റൊരർത്ഥത്തിൽ പറയാൻ കഴിയും. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സകല മനുഷ്യരെയും അവരടിമകളാക്കിയത്. ഞാനിതൊന്നും എൻ്റെ സ്വന്തം വക പറഞ്ഞതല്ല. ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റും ഡാർവിനിസ്റ്റുമായിരുന്ന ബെഞ്ചമിൻ കിഡ്, അദ്ദേഹം ജനിച്ച 1858 വിട പറഞ്ഞത് 1916. AD 1894 അദ്ദേഹം പ്രസിദ്ധീകരിച്ച തന്റെ പ്രശസ്ത ഗ്രന്ഥമായ സോഷ്യൽ ഇവല്യൂഷനിൽ അദ്ദേഹം പറയാണ്, ശക്തരായ യൂറോപ്യന്മാർ അശക്തരായ ഏഷ്യക്കാരെയും ആഫ്രിക്കക്കാരെയും അടിമകളാക്കി ഭരിക്കുന്നത് പരിണാമശാസ്ത്രപരമായി ശരിയാണെന്നും ശക്തരായ യൂറോപ്യൻ സമൂഹം പെരുകുകയും അശക്തരായ ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ഇല്ലാതാകുകയും ചെയ്യേണ്ടത് പരിണാമ സിദ്ധാന്ത നിയമങ്ങളുടെ ഭാഗമാണെന്നും യൂറോപ്പിലെ മതവും കലയും സംസ്കാരവും മറ്റും ലോക സംസ്കാരങ്ങളെക്കാൾ മികച്ചതാണെന്നും രേഖപ്പെടുത്തുകയുണ്ടായി. ആരാ പറഞ്ഞത്? ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റും ഡാർവിനിസ്റ്റുമായ ബെഞ്ചമിൻ കിഡാണിത് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, വേദത്തിനകത്തുനിന്ന് ഒരു ലൈറ്റ് ബൾബ് ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഉപയോഗശൂന്യമാണത്, ഉപയോഗശൂന്യമാണ്. അത് 100% ഇത്രയും പറഞ്ഞ ശരിയാണ്. വേദഗ്രന്ഥങ്ങൾ നോക്കിയാൽ ബൾബ് കണ്ടുപിടിക്കാൻ പറ്റൂല, പിച്ചാത്തി കണ്ടുപിടിക്കാൻ പറ്റൂല, എന്തിനേറെ അണുബോംബ് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഓപ്പൺഹൈമർ അണുബോംബ് കണ്ടുപിടിച്ചത് വേദഗ്രന്ഥങ്ങൾ നോക്കിയിട്ടല്ലേ, ശാസ്ത്രം വെച്ചിട്ടല്ലേ, സയൻസ് വെച്ചിട്ടല്ലേ. അതുകൊണ്ട് തന്നെ ആ സയൻസ് അദ്ദേഹത്തോട് പറഞ്ഞില്ല ഇതെവിടെ ഉപയോഗിക്കണമെന്ന്. അതുകൊണ്ട് പിൽക്കാലത്ത് ഹിരോഷിമയും നാഗസാക്കിയൊക്കെ ഉണ്ടായി. ഒരു മനുഷ്യനിൽ മതം നിലനിൽക്കുമ്പോൾ വേദഗ്രന്ഥത്തിന്റെ സ്വാധീനമാണ്. വലാ തഖ്തുലൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. നിങ്ങൾ കത്തി കണ്ടുപിടിച്ചേക്കാം, നിങ്ങൾ മഴ കണ്ടുപിടിച്ചേക്കാം, നിങ്ങൾ അണുബോംബ് കണ്ടുപിടിച്ചേക്കാം, പക്ഷേ അകാരണമായി മനുഷ്യരെ കൊല്ലരുതേ എന്ന ആശയം നിങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണമെങ്കിൽ ധാർമ്മികത പഠിപ്പിക്കുന്ന ഒരു മതവും വേദഗ്രന്ഥവും നിങ്ങളുടെ കയ്യിൽ വേണം. അതില്ലാത്തതിന്റെ ഫലമാണ് ഹിരോഷിമയും നാഗസാക്കിയും ഇന്ന് കണ്ണീർ കണങ്ങളായി നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ബോഷ്കുകാരെ നമ്മൾ ഒഴിവാക്കി വിടുക.